ഓഫ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ. ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കുറവ്, ധാർമ്മിക വിദ്യാഭ്യാസത്തിന്റെ കുറവ്, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ് ഈ 55% ഹിന്ദുക്കളിൽ 80% ആത്മഹത്യകളും നടക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരുടെ മക്കൾക്ക് സൺഡേ സ്കൂളുകളിൽ നിന്നൊരു വിദ്യാഭ്യാസം ലഭിക്കുന്നത് പോലെ, മുസ്ലിം സഹോദരന്മാരുടെ കുട്ടികൾക്ക് മദ്രസകളിൽ നിന്നും മറ്റും ലഭിക്കുന്നത് പോലെ, ഹൈന്ദവ സഹോദരങ്ങളുടെ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയി നിരന്തരമായി പഠിക്കാനുള്ള മൂല്യം, വാല്യൂ, ചിന്ത ഇതേപോലുള്ള പദ്ധതികളില്ല. അതുകൂടി അഡ്രസ് ചെയ്യണം നമ്മുടെ ഇത്തരം സെമിനാറുകൾ. കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും അധികം ഡിവോഴ്സുകൾ നടക്കുന്നത് നമ്മുടെ ഹിന്ദു വിഭാഗങ്ങളിലാണ്. സിബി മാത്യൂസ് പറയുന്നു, ജാതി ഭേദമില്ലാതെ ഹിന്ദുക്കളിലെ ആത്മഹത്യ എടുത്തു നോക്കിയാൽ എല്ലാ സമുദായങ്ങളിലും ഈ ആത്മഹത്യ പ്രശ്നമായി വരുന്നുണ്ട്. കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, കുടുംബങ്ങളിലെ അന്തഃഛിദ്രങ്ങൾ പ്രശ്നമായി വരുന്നുണ്ട്. വിവാഹമോചനങ്ങൾ പ്രശ്നമായി വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മദ്യപാനശീലം ഇവരിൽ പ്രശ്നമായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലാക്ക് ഓഫ് സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ആ കാര്യം കൂടെ അഡ്രസ് ചെയ്യുന്ന വേദികളായി നമ്മുടെ ഇത്തരം കാര്യങ്ങൾ മാറണം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഹിന്ദു ഒന്നിക്കണം എന്ന് പറഞ്ഞാൽ ഹിന്ദു ഒന്നിക്കില്ല. അങ്ങനെയാണെങ്കിൽ പണ്ടേ ഒന്നിച്ചേനെ. ഒരിക്കൽ വിവേകാനന്ദ സ്വാമി ഒരാളോട് ഒരു സന്യാസി സ്ഥിരം ഇരുന്ന് അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. വിവേകാനന്ദൻ എന്നും ഇത് കേൾക്കുമ്പോൾ ഒരു ദിവസം ചോദിച്ചു, നിങ്ങൾ എന്തായി ജപിക്കുന്നത്? അപ്പൊ ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് ജപിക്കുക. വിവേകാനന്ദൻ പറഞ്ഞു, നിങ്ങൾക്ക് അഹം ബ്രഹ്മാസ്മി എന്നൊരു തിരിച്ചറിവ്, ഞാനാണ് ഇതെല്ലാം എന്ന തിരിച്ചറിവ് ഉണ്ടെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതിങ്ങനെ ഉരുവിട്ട് ബുദ്ധിമുട്ടണ്ട. അഥവാ ആ തിരിച്ചറിവില്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അത് ജപിച്ചാലും ഉണ്ടാവാനും പോണില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രസംഗങ്ങളിലല്ല, നമ്മുടെ പ്രവർത്തികളിലാണ് കാര്യം വേണ്ടത്. ഈ അടുത്തിടയ്ക്ക് സുഗതൻജി മലയരയന്മാരുടെ വിഷയം സൂചിപ്പിച്ചു. ഹിന്ദു പാർലമെന്റും ഹിന്ദു ഐക്യവേദിയും ഒക്കെ ശക്തമായി അതിനെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ശബരിമലയിൽ നൂറ്റാണ്ടുകളായിട്ട് മലയരയന്മാരെന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽ പെടുന്നവർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. നമ്മുടെ ആൾക്കാർ പലപ്പോഴും അതിനെ പിന്നീട് മാറ്റി ഒരു 50 വർഷം മുമ്പ് അവരെ അവിടെ നിന്ന് അടിച്ചിറക്കുകയാണ് ചെയ്തത്. പക്ഷെ അവിടെയും വിഷമം, അത് ആ വിഷമം തുറന്നു പറയുന്നത്, എൻ്റെ ഭാര്യ ഒരു നായർ സമുദായത്തിലെ വ്യക്തിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കുട്ടിയൊക്കെ പകുതി നായരായിരിക്കും. എന്നിരുന്നാലും പറയുകയാണ്, ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ചീഫ് വിപ്പ് PC ജോർജ് ഞങ്ങളെ ഒരുപാട് സഹായിച്ചു. ഹിന്ദു ഐക്യവേദിയിലെ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ PC ജോർജ് ഞങ്ങൾ പരിപാടിക്ക് വിളിച്ചു. PC ജോർജ് ഡയലോഗിന് വേണ്ടിയാണെങ്കിലും പറഞ്ഞു, എനിക്ക് ജീവനുണ്ടെങ്കിൽ അടുത്ത വർഷം മലയരയന്മാർക്ക് ഇവിടെ അവകാശങ്ങൾ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഇത്